നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും യോഗമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പല ജോലികൾക്കും അപേക്ഷിക്കുന്നു, ഒക്കെ താൽക്കാലികമായിട്ട് ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആത്മവിശ്വാസം വളരെ കുറവായിരുന്നു. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ഈ നിലയിളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബ ജീവിതത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരുമെങ്കിലും മാർച്ച് മാസത്തിലേക്ക് സ്വല്പം ആനുകൂല്യങ്ങളുണ്ടാകും എന്ന് മനസ്സിൽ ധാരണയോടുകൂടി മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് പലപ്പോഴും ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ ആസ്വദിച്ചുകൊണ്ട് തന്നെ പ്രവർത്തന തലത്തിലെത്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് അനുവർത്തിക്കുന്ന പുതിയതായിട്ടുള്ള പദ്ധതികളും പ്രചരണ രീതികളെല്ലാം തന്നെ ഗുണകരമായി തീരുവാനും ഏറ്റവും നല്ല നിലയിൽ അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുമെങ്കിൽ പോലും ഉടമസ്ഥരുടെ നിർബന്ധപ്രകാരം ഈ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. 2026 ഒടുവിലോ 2027 ആദ്യത്തെ പകുതിയിലോ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതി കുറവുള്ള കരാർ ജോലികളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം മറ്റൊരാൾ അഥവാ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഏറ്റെടുക്കുന്നതിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള ജോലികളെല്ലാം ഏറ്റെടുക്കാം. അത് വേണ്ട വിധത്തിൽ അനുവർത്തിക്കാനും സാധ്യത കാണുന്നതുമുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പഠിച്ച വിഷയ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനിടയുണ്ട്. സ്വന്തം നിലയിൽ പല കാര്യങ്ങളും അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ബന്ധുമിത്രാദികളുടെ കാര്യങ്ങൾ പോലും അന്വേഷിച്ചും കൊണ്ട് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടും. സ്വഭാവവിശേഷത്താൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സമീപഭാവിയിൽ ഇനിയും ജോലി സാധ്യതകൾ, മറ്റു ചില ജോലി സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ചിലർക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പഠിക്കാനായിരിക്കാം വന്നു ചേരുക. മറ്റു ചിലർക്ക് 1 വർഷത്തെ പാഠ്യപദ്ധതി 2 വർഷം എടുക്കുമെങ്കിൽ പോലും ജോലിയിൽ ഇരുന്നു കൊണ്ട് പഠിക്കാനുള്ളൊരവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം, മാസങ്ങളോളം താമസിപ്പിക്കാൻ തക്കവണ്ണം, കൊണ്ടുപോകുവാൻ തക്കവണ്ണം അനുമതി ലഭിക്കുവാനിട വരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നു. ഭാവനകളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും, അതായത് ദേവാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ ആത്മവിശ്വാസത്തോടുകൂടി എഴുതുവാൻ സാധിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ആർജവവും ഉണ്ടാവും. മാസങ്ങളോളം വേർപെട്ട് താമസിക്കുന്ന പല ദമ്പതികൾക്കും
കഴിഞ്ഞ 3-4 മാസമായി അതിൻ്റെ ഒരു സാഹചര്യങ്ങളും ജോലിപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി തീരുകയും ഫെബ്രുവരി മാസത്തെ മുതൽ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാകുവാനും ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും അമിതമായിട്ടുള്ള വേഗത നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുകയും വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വൈദ്യനിർദ്ദേശപ്രകാരം അനുവർത്തിക്കുവാനും ഇടയുണ്ട്. പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനിട വരുമെങ്കിൽ പോലും കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കി മാത്രമേ ആ സ്നേഹബന്ധത്തിൽ അനുകൂലമായി തീരാവൂ. അല്ലാത്ത പക്ഷം അബദ്ധം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. അശുഭചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയും ഈശ്വരാരാധനകളും വ്യക്തിപരമായിട്ടും പ്രത്യേകിച്ച് കുടുംബത്തിലേക്കും സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും ഗഹനമായിട്ട് ചിന്തിച്ചും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ടും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. അച്ഛനമ്മമാർക്ക് അസുഖങ്ങൾ പലതും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ അവരുടെ ആശുപത്രിവാസത്തിന് കൂടെ ഇരിക്കേണ്ടതായ സാഹചര്യങ്ങൾ 3-4 ദിവസം വേണ്ടി വരുവാനും ഇടയുണ്ട്. പ്രതിസന്ധികൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം ഒരുപക്ഷെ ഈ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയവും ശാസ്ത്രത്തിലുള്ള വിശ്വാസവും തന്നെ ആയിരിക്കാം ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുള്ളത്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും തീർത്തും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. സഹായ മനസ്ഥിതികളൊക്കെ നല്ലതാണെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന നിർദ്ദേശം സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യത കാണുന്നതുമുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുവാനും മനസ്സിൽ മുമ്പുണ്ടായിരുന്ന പല ധാരണകളും ഒക്കെ ശരിയാണെന്നുള്ള അനുഭവജ്ഞാനത്തോടുകൂടി തന്നെ ഇതിന് സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ. 2026 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ലാഭശതമാനം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകും. വേറെ ചിലർക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള തസ്തികയോട് കൂടിയതായിട്ടുള്ള ജോലി ഭാരതത്തിൽ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരാൻ തക്കവണ്ണം തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുവാനും ഒരുപക്ഷെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് ജൂൺ മാസത്തിന് ശേഷമേ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും പരിഗണിക്കുക, പ്രവർത്തിക്കുക എന്ന ധാരണ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇടയുണ്ട്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. സാമൂഹ്യ സേവനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി ജനപിന്തുണ ലഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് പിന്മാറുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ബൃഹത് സംരംഭങ്ങൾ ഉപേക്ഷിച്ച് 2027 ആദ്യത്തിൽ പൂർത്തീകരിക്കുന്ന
ചെറിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവിചാരിതമായിട്ട് വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവിചാരിതമായിട്ട് ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യതയുണ്ട്. അനശ്വര മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അസുലഭ നിമിഷങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങൾക്ക് അവിചാരിതമായിട്ട് നേതൃത്വം നൽകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. ജന്മനാട്ടിലേക്കുള്ള പുനരധിവാസത്തിനെ പറ്റി ചിന്തിക്കുമെങ്കിൽ പോലും ജന്മനാട്ടിൽ വന്നാൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത്ര തന്നെ നേട്ടമില്ലാത്ത ജോലിയാണെങ്കിൽ പോലും അന്യനാട്ടിലുള്ള ചെലവിനങ്ങൾ നിയന്ത്രിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ ഒരു പക്ഷേ മക്കളുടെ സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ജന്മനാട്ടിൽ സ്ഥിരതാമസമാക്കുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ആധുനിക സംവിധാനം അവലംബിക്കുവാൻ തീരുമാനിക്കും. ആജ്ഞാനുവർത്തികളിൽ നിന്നും പുതിയതായുള്ള ആശയങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ വരും വരായികൾ ചിന്തിച്ചും കൊണ്ട് അവലംബിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഗർഭിണികൾക്ക് ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലും മാർച്ച് മാസത്തിലെ ആദ്യത്തെ പകുതിയിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ വിശ്രമം അവധിയെടുത്തുകൊണ്ട് വിശ്രമം വേണ്ടി വരുവാനും യോഗമുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുകയും അന്തിമമായിട്ട് ഈ മാസത്തിൻ്റെ ഒടുവിൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരുടെയും അല്ലെങ്കിൽ മേലധികാരികളുടെയും നിർദ്ദേശപ്രകാരം 2-3 ദിവസം അവധിയെടുക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനും തീരുമാനിക്കും. വിജയശതമാനം വർദ്ധിക്കുന്ന വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധ്യത കാണുന്നു. പുതിയ ഭരണ സംവിധാനത്തിൽ അപാകതകളുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിക്കേണ്ടതായ സാധ്യത പോലും കാണുന്നുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആവിഷ്കരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ പോലും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞ 2025 മെയ് മാസം മുതൽ വന്നു ചേരുന്നുണ്ടെങ്കിൽ പോലും ആത്മവിശ്വാസക്കുറവിനാൽ ചിലതെല്ലാം ഒഴിവാക്കിയിരുന്നു. ആ ഒഴിവാക്കിയത് നന്നായി എന്നുള്ള തോന്നൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ ഈ വരുന്ന ജൂൺ മാസം മുതൽ 2026 ജൂൺ മാസം മുതൽ പ്രവർത്തിക്കാൻ തക്കവണ്ണവും ഇപ്പോൾ പുതിയതായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ക്രമാനുഗതമായിട്ട് രീതിയിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിയുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിൽ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും പ്രാഥമികമായിട്ടുള്ള സംഖ്യ കൊടുത്ത് അതിന് വേണ്ടതായിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന് പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. സേവന സാമർഥ്യത്താൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഉന്നതരുമായി സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ കാണുവാനും ആശയവിനിമയം നടത്തുവാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇരുവരും പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്
ഒരാൾ ജോലി രാജിവെച്ചും കൊണ്ട് മറ്റൊരാളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മാതാപിതാക്കൾക്ക് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിച്ചാലോ എന്ന ധാരണയോടുകൂടി തന്നെ ഭൂമി കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും ഇടയുണ്ട്. ആർജിച്ച വിജ്ഞാനം പുതിയ തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. ഉന്നതരുടെ ശുപാർശയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. സാഹസ പ്രവർത്തികളിൽ നിന്നും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ തീർത്തും ഒഴിഞ്ഞു മാറേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. പരീക്ഷണ നിരീക്ഷണങ്ങൾ പലതും നല്ലതൊക്കെയാണെങ്കിൽ പോലും അതിൻ്റെ കൃത്യമായുള്ള രൂപീകരണം, കൃത്യമായുള്ള പൂർണ്ണമായുള്ള പദ്ധതികൾ മാത്രമേ അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ മാത്രമേ നടത്താവൂ. അല്ലാത്ത പക്ഷം ജൂൺ മാസം മുതൽക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതാണെങ്കിൽ പൂർണ്ണ വിജയം കൈവരിക്കാനും സാധ്യതയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള ചുമതലകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദഗ്ധമായുള്ള ചികിത്സകളാൽ ഇന്നത്തെ കാണുന്ന സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് അഭയം നൽകുവാനുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സൗമ്യ സമീപനം, എല്ലാത്തിലും നന്മ കണ്ടെത്തുക എന്ന ആശയത്തോടു കൂടിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വഴി വ്യക്തിപരമായിട്ടും സമൂഹത്തിനും കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും എല്ലാം ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ ആജ്ഞകളൊക്കെ നല്ലതാണെങ്കിൽ പോലും പ്രായോഗിക വശമില്ലാത്തതുകൊണ്ട് കാര്യകാരണങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അബദ്ധങ്ങളിൽ നിന്നും പിന്മാറുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. സകല കാര്യപ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനവും ഈശ്വര പ്രാർത്ഥനകളും ഗുണകരമായി തീരും. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. 2026 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കാൻ തീരുമാനിക്കും. അഹംഭാവം ഒഴിവാക്കി എല്ലാത്തിലും മിതത്വം പാലിച്ചുകൊണ്ടും എല്ലാത്തിലും നന്മ കണ്ടെത്തിക്കൊണ്ടും പ്രവർത്തിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അപകടാവസ്ഥകൾ പലതും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ഉന്നത സ്ഥാനമാനങ്ങളോടുകൂടി ജോലി ചെയ്യുന്ന പലർക്കും സമീപഭാവിയിൽ തന്നെ ജോലി നഷ്ടപ്പെടും എന്ന ധാരണയോടുകൂടി തന്നെ നല്ലൊരു പദവിയോടുകൂടിയതായുള്ള മറ്റൊരു ജോലി കിട്ടുന്ന പക്ഷം സ്വീകരിക്കുവാനും മറ്റു ചിലർക്ക് മറ്റ് സ്ഥാപനത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അവസരമുണ്ടാകുവാനും രേവതി നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്.